ഈ ലൈമാൻ ഗെയിമിങ്സ് നമുക്കിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തോ എറർ വന്നു. ഓക്കെ, റിവാർഡൊന്നുമില്ല, പ്രശ്നമില്ല, ക്ലോസ്. നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ നാട്ടിലോട്ട് പോകാം. എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. നാട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി എന്താ സംഭവിക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. സോ ഇവിടെ 2 ആൾക്കാരുണ്ടായിരുന്നു, അവരെ കാണുന്നില്ല. നമ്മുടെ ലാസ്റ്റ് നമുക്ക് ആദ്യം നമ്മുടെ ആൽഫയും ബീറ്റയൊക്കെ എന്താ ചെയ്യുന്നത് നോക്കാം. ഓഫ് കോഴ്സ് എല്ലാ സമയത്തും പോലെ തന്നെ ഫുഡ് തീർന്നിട്ടുണ്ട്, ഫുഡ് കൊടുക്കണം. ഓക്കെ, അത് ആദ്യത്തെ പണിയായിക്കോട്ടെ. ഇതൊന്നും വളരുന്നില്ല, അതാണ് വേറൊരു കേസ്. ഓക്കെ, ഓപ്പൺ ചെയ്തു, കൊടുക്കാൻ ഫുഡില്ല. ഓപ്പൺ ചെയ്തു, കൊടുക്കാൻ ഫുഡില്ല. ഫുഡില്ല 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 ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വയ്ക്കാമായിരുന്നല്ലോ ഇന്നത്തെ ദിവസം. അധികം പ്രശ്നങ്ങളോട്ടൊന്നും പോവാണ്ട് അടുക്കി പറക്കി വെച്ചാലോ. കൊടുക്കാൻ ഡോഗ് ഫുഡ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും കണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കണ്ടോ കൂട്ടുകാരെ? ഇല്ല, ഒന്നുമില്ല. എന്നോടൊപ്പം പറയൂ. ഫുഡ് ഫുഡ് ഫുഡ്. ഓക്കെ, ഇവിടെ എനിക്ക് കഴിക്കാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്കപ്പോൾ നേരെ ബാഗിനകത്തുള്ള സാധനം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ബാഗിൽ സാധനങ്ങൾ ഓക്കെ ഉള്ളതും കൊണ്ട് നമുക്ക് നേരെ ഗ്ലോബൽ മാപ്പിലോട്ട് പോകാം. അവിടെ നിന്ന് എന്തെങ്കിലും തൂക്കാം, തിരിച്ചു വരാം. തൂക്കാം. ഗോയിങ് ത്രൂ ബോക്സസ്. ഓക്കെ, എന്താ പറ്റിയിരിക്കുന്നത്? ഗൺ ഷോട്ട് കേട്ടു. ഓക്കെ, അങ്ങോട്ടേക്ക് പോകാം. പുതിയ സ്ഥലങ്ങളിലോട്ടായിക്കോട്ടെ ഇന്നത്തെ യാത്ര. നല്ല ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. 30 എനർജി വേണം അങ്ങോട്ട് പോകാൻ. അതുപോലെ തന്നെ തിരിച്ചു വരാനും വേണ്ടി വരുമല്ലോ. നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇവിടെ എന്താ ഈ ഒരു ഫൺ ബോയ്. ഓക്കെ, ഇത് ഫൺ ബോയുടെ വീടായിരിക്കുമോ ചിലപ്പോൾ, അല്ലേ? ചിലപ്പോൾ. ബാക്കിയുള്ള നമുക്ക് സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. സോ വി വിൽ എക്സ്പ്ലോർ 1 by 1 in this map. സോ ആസ് യൂഷ്വൽ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. പെട്ടിയുടെ അടുത്തൊന്നും ആരെയും കാണുന്നില്ല. ആക്രാന്തം പിടിച്ച് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടുവന്മാർ തട്ടും. ഇവിടെ ഓൾറെഡി എന്തൊക്കെയോ കൊന്നിട്ട് വരട്ടെ. 2 3 കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂന്നാണ് തോന്നുന്നത്. ഇങ്ങനത്തെ സോംബീസ് നമ്മൾ പതുക്കെ പോയപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ പോലെയല്ല, അവർ കുറച്ച് എൻ്റെ പൊന്നോ, ഇതിനാണ് ഞാൻ ഇന്ന് തട്ടിയവനെ. ഈ പെട്ടിയിൽ വല്ലതും ഉണ്ടോ? ഇല്ല. സാധാരണ പോലെയല്ല, അവർ കുറച്ചുകൂടി സെറ്റപ്പായിട്ടുണ്ട്. ഇതെന്താ വണ്ടി? പഴയ വണ്ടി. ഓക്കെ, ഗൺ ഷോട്ട് കേട്ട സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗണ്ണ് കാണാൻ സാധ്യതയുണ്ടോ? കുറേ ബുക്ക്, പെട്ടി. ഓക്കെ, ഡയറി. വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഡയറി. ഇതേ വരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം അറ്റാക്ക് ചെയ്തതിൻ്റെ മോഡൽ ഒരു സോംബി ആയിരിക്കും വരാൻ പോകുന്നത്. അവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ദൂരോട്ട് മാറിയിരിക്കാം, എന്നിട്ട് വല്ലതും തിരിച്ച് അറ്റാക്ക് ചെയ്യാം. അല്ലാണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരും വന്ന് കാണും നമ്മളെ അറ്റാക്കിങ് സെറ്റപ്പ്. എങ്ങനെ വരുന്നേ? കയ്യിലുള്ള സാധനങ്ങളെടുത്തു. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാൻഡേഡ് ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമേ ഇല്ല. ബാൻഡേജ് വേണ്ടിയ സാധനമാണ്. ഇവിടെ പോയി നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ കാണുമോ? നിലവിൽ സൗണ്ടൊന്നും കേട്ട് വരുന്നില്ല. നോക്കാം. ഓക്കെ, മെഡിക്കൽ കിറ്റ് ഉണ്ട്. ഇത് നമുക്ക് നേരെ എടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പാക്കിൽ വയ്ക്കാം, പോക്കറ്റിൽ വയ്ക്കാം. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കാം.
അതാണ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നേരെ നമ്മൾ അത്രയ്ക്കും വലിയ സാധനങ്ങളൊന്നും കിട്ടിയില്ലല്ലോ ഇവിടുന്ന്. ഇനിയും പെട്ടികളുണ്ട്, പൊട്ടിക്കാനായി പെട്ടികൾ ഇനിയും ബാക്കി. ഇവൻ്റെ സാധനം എടുത്തു. ആഹാ, ഒരാളെ കൊന്നിട്ടിരിക്കണല്ലോ. ഇവൻ്റെ സാധനം എടുത്തു. ഇവൻ്റെ സാധനം എടുത്തു. പതുക്കെ എന്ന് പറഞ്ഞ് ഇത്രയും സ്പീഡാണ് പോകുന്നത്. ഓ, തിന്നോണ്ടിരിക്കുക അല്ലേ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ തട്ടിമാര്. തെറ്റ് ചെയ്യുന്നവൻ്റെ കൈയല്ല വെട്ടേണ്ടത്, മറ്റേ പ്യാട്ട് തല. ആക്സസ് പാസ് ടു ബങ്കർ ആൽഫ 78,775. 78775 ബങ്കർ, മിഷൻ ബങ്കർ. ഓക്കെ, ഇവിടെ നേരെ നമ്മൾ പെട്ടികൾ ഇറക്കാണ്ട്. കുറേ ലൂട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ ലൂട്ടും കൊണ്ട് അടുത്ത പരിപാടി എന്താ ചെയ്യുമ്പോൾ വേണ്ട വേണ്ട വേണ്ട, അറ്റാക്ക് ഫസ്റ്റ് അറ്റാക്കാൻ പോയിരുന്നു. ഇത് കൊള്ളാം, ഈ കത്തി കുറച്ചുകൂടി സെറ്റപ്പാണ്, പക്ഷെ ഇതിൻ്റെ ഡാമേജ് നല്ല കൂടുതലുണ്ട്. ബങ്കർ കയറാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ലൂട്ടും കൊണ്ട് തിരിച്ചു പോകാം. ഓ, ഗണ്ണല്ല, ഗണ്ണിൻ്റെ പടമുള്ള. ആയിക്കോട്ടെ, പരാതിയില്ല. ഓ, ഇൻവെൻട്രി ഫുള്ള്. എൻ്റെ മുത്തേ, നിനക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കില്ലേ. എന്ത് കയറ്? ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ കയറുണ്ട്. ഡിലീറ്റ്. എനിക്ക് തോന്നുന്നു ഒരു ബാഗ് കൊണ്ടൊന്ന് വന്ന കാര്യം. ഓ, ആ ഗണ്ണെടുത്ത് കഴിഞ്ഞ സാധനം, ആ ഗണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും സാധനം ഒരുമിച്ച് വരുമെന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞോ? അത് കുറേ നേരം വിളിച്ചുകൊണ്ടിരിക്കണം. ഈ കൺട്രോൾ ഒരു പ്രശ്നം തന്നെയാണ്. മൗസ് കൺട്രോളിൽ വർക്കാവില്ല, അതാ പ്രശ്നം. കൊട്ടാൻ വണ്ടി ഇവിടുന്ന് എന്തൊക്കെ എടുക്കാനുള്ള സാധനം ഒന്നും എടുക്കാനില്ല. നേരെ എല്ലാ സാധനവും അവിടെ ഉണ്ട്, നേരെ അങ്ങോട്ട് പോവാം. അത് നല്ല കുറച്ച് ബാൻഡേജ് എടുക്കാം. ടേക്കോൾ തിരിച്ചിടും. ഇത് മാത്രം കളക്ട് ചെയ്യുക, അതിനൊന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. ഇതിന് മാത്രം തിരിച്ച് കൊടുക്കുക. ക്ലോസ് പണ്ണല പോകാം. കൃഷിയിടത്തിൽ കൂടെ ചവിട്ടി മതിച്ചൂടെ പോകുന്നത്. കാണിക്കുമ്പത്തേ തിരിച്ചു പോട്ടെ. പക വീട്ടാനുള്ളതാണത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചു പോയിരുന്നത് മുന്നേ. അല്ല, ഇവിടെയല്ല, ഒരു ടവറിനടുത്തല്ലേ നമ്മൾ പോയിക്കൊണ്ടിരുന്നേ. ആ, ഇവിടെ ഈ ചത്ത സ്ഥലം. ഡിസ്ട്രോയിഡ് കോൺവോയ്. എൻ്റർ. എൻ്റെ ഡെഡ് ബോഡി അവിടെ തന്നെ കാണും. ആദ്യം അത് തിരിച്ചെടുക്കണം. അയ്യോ, അങ്ങനല്ല, എൻ്റെ അത്രയും സോംബികളവിടെ പുറത്ത് നിൽക്കുക. ഞാനീ പിറന്ന പടി ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്നെ തിന്നും. എന്തെങ്കിലും ഗണ്ണോ കമ്പോ വടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഇത് പോകാൻ പറ്റില്ല.
എൻ്റെ കുഞ്ഞേ. അല്ലല്ല ചെടി. തീർന്നടാ. ഇനി അവിടെ ഒന്നുകൂടെ എൻ്റർ ആയി കഴിഞ്ഞാൽ ഡെഡ് ആകുമോ? നോക്കി നോക്കാം, എന്താ അവസ്ഥ നോക്കട്ടെ. എല്ലാവരും അങ്ങറ്റത്തായിരിക്കൂലേ? അല്ല, അങ്ങറ്റത്തല്ല. എല്ലാവരും ഉണന്നു, എല്ലാവരും വരുന്നു. ഇവിടെ ഇത്ര സ്പീഡിന് ഓടുന്നത് എങ്ങനെ ഇത്? കൊല്ലല്ലടാ. ചപ്പ് വളഞ്ഞ് കടിച്ചു, പട്ടിയെ പോലെ തല്ലിക്കൊന്നല്ലോ. അയ്യോ. പിന്നെ വീട്ടിൽ പോയി ഏതെങ്കിലും വേണോ? ഇപ്പൊ തന്നെ തൽക്കാലം തിരിച്ചു പോണോ? നല്ല ചെറുക്കനായിട്ട് വീട്ടിൽ പോകാം. ആദ്യം ഇവിടെ ഏതെങ്കിലും ആയുധം എടുക്കാം. ഗണ്ണൊന്നും കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന്. ആയുധം വല്ലതും ഉണ്ടോ മാമ? ഇല്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിതിൽ നോക്കിയിട്ട് ആയുധം കാണുന്നില്ല, അതൊരു കേസ്. ശരി, ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും ആയുധം ഉണ്ടോ നോക്കാം. ആയുധമൊന്നുമില്ല, ഈ സ്പിയർ മാത്രമേ ഉള്ളൂ. സ്പിയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്മാർ. ഇതൊരു വെപ്പണാണോ? വെപ്പണായിട്ട് കരുതാമോ? വെറും കൈയോടെ ചെന്ന് കയറുന്നേക്കാളും നല്ലതല്ലേ? So we took the hammer and we are going to get killed by some zombies. ഓക്കെ, എന്തായാലും ഇറങ്ങിയില്ലേ. റിപ്പർ മോഡലിലുള്ള ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നേരെ നമുക്ക് അങ്ങോട്ടല്ല. ഫൺബോയുടെ വീടിൻ്റെ അടുത്ത്. ഫൺബോയിൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ സ്ഥലമുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ബങ്കറിൻ്റെ പാസ്വേഡ് എല്ലാം കിട്ടി, പക്ഷേ ബങ്കറിലൊക്കെ കയറുന്നതിന് മുന്നേ അവന്മാർ ചാമ്പുന്നില്ല നമ്മളെ. മിഷൻ ഗണ്ണ് ആൻഡ് മിഷൻ ഫെയിൽ ഒരുമിച്ചാണോ? മെഷീൻ ഗണ്ണ്, മിഷൻ. പതുക്കെ പോയി നോക്കാവുന്നത് കേസ്. അവരെല്ലാം ഒരേ സൈഡിലായിരിക്കുമോ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഹോപ്പും ഞാൻ കാണുന്നില്ല. ഇവന്മാർ നമ്മളെ ചാമ്പെന്ന് പറഞ്ഞാൽ ചാമ്പും പിന്നെ ചാമ്പും. ഇതുകൊണ്ടൊന്നും രക്ഷയില്ല. ഓടിക്കോ. മര്യാദയ്ക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി ലൂട്ടെടുത്തിട്ട് പോവാം. കടന്നൽക്കൂട്ടത്തിനെയാണല്ലോ കല്ലെറിഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ബോക്സൊക്കെ കാണിക്കുക. ഇത് വേണ്ട, ഹ്യൂമാനിറ്റേറിയൻ ബോക്സിലോട്ട് പോവാം. എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കളക്ട് ചെയ്യാം, പോവാം. അങ്ങനെ പടക്കടകുതാ ഹവ. എന്തൊക്കെ മേളമായിരുന്നു. ഡിസ്ട്രോയിഡ് കോൺവോയ്, മെഷീൻ ഗണ്ണ്, അമ്പും വില്ലും. ഇനി അകത്തോട്ടാ പുറത്തോട്ടാ? ഓക്കെ, വളരെ പതുക്കെ ആയിരിക്കണം എല്ലാ മൂവ്മെൻറ്റുകളും നമ്മളെടുക്കാൻ. വീട്ടിൽ 3 കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്. ഈ ചുറ്റിക കൊണ്ടൊരു സാധനം നടക്കത്തുമില്ല. ഇവരെ കൈ കൊണ്ട് ചാവാന്നുള്ളതേ ഉള്ളൂ. ചുറ്റി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കളിയാക്കുന്നത് നോക്കിയമാർ.
പക്ഷെ കത്തി ഒരു സെറ്റപ്പ് സാധനമായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ആ ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണം, ഇറച്ചി വേണം. ഇനി ഈ ബോക്സ് പൊട്ടിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരുമോ? ചുറ്റുകൊണ്ട് എന്ത് ചെയ്യാനാ നമ്മൾ? എല്ലാ സാധനം എടുത്തു. തോറിൻ്റെ സാധനോടെ ഇതൊക്കെ ഇപ്പ് ചെയ്ത് നോക്കാം. ഇനി ചെറിയ കളികളൊന്നുമില്ല നമുക്ക്, ഇനി ഫുള്ള് കൊലപാതകങ്ങൾ തന്നെ. അപ്പോൾ ഇവിടുന്ന് ഈ സാധനം എടുത്തിട്ട് നമുക്ക് അവിടെ പോയി ഒന്ന് പയറ്റി നോക്കിയാലോ? ഈ തോറിൻ്റെ സംഭവം കൊള്ളാമെങ്കിൽ. ഇരുപത്തി 6 അടിക്കുമ്പോൾ ഒരു സമയമാവുന്നുണ്ട്. ഈ കയറൊന്നും വേണ്ടത്, കുറേ കയറായി. ഹ്യൂമനിറ്റേറിയൻ ബോക്സ്, അതൊക്കെ കറക്കി കളഞ്ഞു. ഇത് പൊട്ടിക്കളയണോ? പൊട്ടിച്ചാണല്ലോ. എന്തിനാ അവിടെ നിൽക്കുന്നത്? വേറെ ബോക്സ് ഉണ്ടോ? തള്ളി തള്ള. എന്തേലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ആ വാ, വന്ന് 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 6 പോ, വിട്ടു പോ. 6 അടി. ഇവിടെ സാധനം കൊള്ളാം, പക്ഷേ നല്ല അടി വീഴും ചിലപ്പോൾ ഇവിടുന്ന്. ഇതിനകത്ത് ഇതെടുത്ത് പൊക്കുന്ന സമയത്ത് അവർ അറ്റാക്ക് ചെയ്ത് കൊല്ലും നമ്മളാണ്. കുറച്ച് ബ്ലൂബെറിയൊക്കെ പറിച്ച് കഴിച്ചിട്ട് ഈ യാത്ര അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്നൊരാലോചന. തൽക്കാലം കഴിക്കാം 1 2 2 3. മോനെ കൊല്ലാനല്ലേ വിളിക്കുന്നേ? ഇതിനടിച്ചാൽ അതെങ്ങനെ പോകും നോക്കട്ടെ. നെക്സ്റ്റ് ബോൾ. ഓ ഇല്ല, പറന്നില്ല. ഞാൻ വിചാരിച്ചത് 6 അടിക്കുന്നത്. ശരി, അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ഹ്യൂമനിറ്റേറിയൻ സംഭവം കഴിഞ്ഞു. ഇത് വേണ്ട, കയറ് കഴിഞ്ഞു. ചെറിയൊരു സ്ഥലമല്ലേ ഇത്? കുറച്ച് സംഭവങ്ങൾ കഴിക്കാം. ലൈഫ് കൂടുമോ നോക്കാം. ലൈഫ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ പോവാം. ബീഫ് നമുക്ക് കഴിക്കേണ്ട, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഹീറ്റർ ആൻഡ് ഹേറ്റർ, ടോക്കർ. ആ, നീ എവിടുന്നാ വന്ന മോനെ? കുറച്ച് ബാൻഡ് എടുക്കുക, എടുക്കുള്ളല്ലോ. ആവശ്യമില്ലാത്ത ഈ സാധനം ഇതെല്ലാം. നമ്മുടെ ബാഗ് ഇല്ലായിരുന്നല്ലോ, കാര്യമായി. ഇനിയിപ്പോൾ എല്ലാം എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതും യൂസ് ചെയ്യാം. ലൈഫ് കുറച്ച് കൂട്ടാം. ഗുഡ്. മലാഖ എപ്പോൾ അവൻ പറന്നിറങ്ങി, അതായി പറയുന്നല്ലേ. മാറി കയറും കൊണ്ട് വന്നിരിക്കുക ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല. ഈ കോലത്തിൽ ഇനി അങ്ങോട്ട് പോയാൽ അവർ പിന്നെയും പപ്പടമാക്കി വിടുമെന്നാണ് തോന്നുന്നത്. നമുക്ക് തിരിച്ചു പോയിട്ട് നമ്മുടെ നാട്ടിലോട്ട് പോവാം. തിരിച്ചു പോയി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് എന്താ ചെയ്യാൻ വെച്ചാൽ നോക്കാം. എല്ലാം തീറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു വരാം. വീട്ടിൽ പോട്ടെ, തിരിച്ചു പോകാം. നമ്മുടെ വീടിനും പേരൊക്കെ ഇടണമല്ലോ. പേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹോം എന്നാണ് കാണിക്കുന്നത്. നിന്നെ ഞാൻ എടുക്കും. കോൺവോയ്.
അതിൽ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ആദ്യം പോയെടുത്ത്. എനിക്കൊന്ന് ബൈക്കിൻ്റെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അതിനകത്തുനിന്ന്. എല്ലാം എന്നല്ല, കുറച്ച് സാധനങ്ങളൊക്കെ. ഇതൊക്കെ ആര്? അണ്ണാ വേണ്ട അണ്ണാ, വേണ്ട 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 വേണ്ട, പൊക്കോ. രാത്രി അപ്പം കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ വെക്കാൻ പറ്റുന്നത് ഫില്ലപ്പായെല്ലാം. ഫില്ലപ്പാണുള്ള വേറെ സാധനമൊന്നുമില്ല. ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടിയത് ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാന്നുള്ളത്. വരൂ വരൂ വരൂ. ലിലേഫിൻ ലഡുവും കഴിച്ചോ? വന്നോ, വയറ് നിറയെ കഴിക്കുക. പക്ഷേ ഇവിടെ ഒരു ഒറ്റയ്ക്കാണല്ലോ കുഞ്ഞെ നീ. ഇങ്ങോട്ട് വയ്ക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് വെച്ചു. അങ്ങോട്ട് വയ്ക്കാനുള്ളതൊന്നും ഇല്ല. അങ്ങോട്ട് വയ്ക്കാനുള്ളതൊക്കെ അങ്ങോട്ട് വെച്ചു. അങ്ങോട്ട് വയ്ക്കാനുമില്ല. ഇതിലേക്ക് വയ്ക്കാനുള്ളതൊക്കെ ഇതിലേക്ക് വെച്ചു. ഇതിലേക്ക് വയ്ക്കാനുള്ളതൊക്കെ ഇതിലേക്ക് വെച്ചു. ഇതിലേക്ക് വയ്ക്കാനുള്ളതൊക്കെ ഇതിലോട്ട് വെച്ചു. അതിൽ വയ്ക്കാൻ വെച്ചപ്പോൾ തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത മിഷനിലോട്ട് സംഭവം എന്താ നോക്കാം. സിഗ്നൽ ഫ്രം ഡീലർ ജോ. സ്റ്റീൽ ബാർ, അലൂമിനിയം ബാർ, എയർ ഫിൽറ്റർ, സ്പ്രിങ്, 5 ഡീൽ. ദെൻ വെയർ ക്യാൻ ഐ ഫൈൻഡ്? നമുക്കടുത്ത ഡീലൊക്കെ ആയിട്ട് അടുത്ത സെറ്റ് നോക്കാം. റേഡിയോ സിഗ്നൽ റിസീവ്ഡ് 78775. നമ്മുടെ ബങ്കറിൻ്റെ അടുത്തുനിന്ന് റേഡിയോ സിഗ്നൽ ഇട്ടിട്ടുണ്ട്. അതെന്തോ പാസ്വേഡ് സംഭവമാണെന്ന് തോന്നുന്നു. നോക്കി നോക്കാം. പുതിയ ലൊക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സിഗ്നൽ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇന്നത്തെ സംഭവം നിർത്താം. Okay, thanks for watching. Please subscribe and like, comment. Okay, thank you. Bye bye.